നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവള ദിനേശ്. ഓർമ്മ വച്ചതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായിട്ട് 9 ദിവസം കഴിഞ്ഞ ആഴ്ച ആശുപത്രി കിടക്കയിൽ കിടക്കേണ്ടി വന്നു. മോൻ സൗദിയിൽ പോയതിനാൽ ശരിക്കും പെട്ടു എന്ന് പറയാം. ആരുമില്ല ഞങ്ങൾക്ക്. എൻ്റെ ആൾക്കാരുമില്ല, സിന്ധുവിൻ്റെ ആൾക്കാരുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അനാഥരെന്ന് പറയുന്നില്ല, ഞങ്ങൾ 3 പേര് മാത്രമുള്ളൊരു ലോകമാണ്. എനിക്ക് AC വിട്ട് TV യും കണ്ട് കിടന്നാൽ മതി ആശുപത്രിയിലെ റൂമിൽ. ശരിക്കും പെട്ടത് സിന്ധുവാണ്. ബൈസ്റ്റാൻഡർ ഇല്ലാതെ മുറിവിട്ട് പോകാൻ പാടില്ല. രോഗിയുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവണം എപ്പോഴും. സിന്ധുവിനാണെങ്കിൽ പോയേ പറ്റൂ, അല്ലെങ്കിൽ സിന്ധുവിനെ പോയിച്ചേ അടങ്ങും ഞാൻ. കാരണം വീട്ടിൽ പാറു ഒറ്റയ്ക്കാണ്. എൻ്റെ അരുമയായ ഒരു നായയുണ്ടല്ലോ, അവൾ ഒറ്റയ്ക്കാണ്. നാക്കെടുക്കുക പ്രാണിയല്ലേ. അവളെ ദിനചര്യ അനുസരിച്ചാണെങ്കിൽ രാവിലെ പാൽ കൊടുക്കണം, അത് കഴിഞ്ഞാൽ ടോണിക്ക് കൊടുക്കണം, അത് കഴിഞ്ഞ് വൈറ്റമിൻ ഗുളിക കൊടുക്കണം, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം, രാത്രി ബിസ്ക്കറ്റ് കൊടുക്കണം. ഇങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ മത്തിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എപ്പോഴും മത്തി വാങ്ങി ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും പാറിന് വേണ്ടി. ഇനിയിപ്പോൾ ചോറ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, റെഡിമെയ്ഡ് മീറ്റ് ഫുഡ് വാങ്ങി വച്ചിട്ടുണ്ട് പിടിഗ്രിയുടെ. അയൽപക്കത്ത് ഒരു റിട്ടയേർഡ് ഭാര്യയും ഭർത്താവുമാണ് ജീവിക്കുന്നത്. അതിലൊരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥ പാലൊക്കെ കാച്ചി പാറുവിന് കൊണ്ടു കൊടുക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറാൻ പാറു സമ്മതിച്ചില്ല. ബൈസ്റ്റാൻഡർ ഇല്ലാതെ സിന്ധുവിന് വീട്ടിൽ പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ നഴ്സുമാരൊക്കെ പറയണം, ഒരു കാരണവശാലും പോകാൻ പറ്റില്ല, ബൈസ്റ്റാൻഡർ ഇല്ലാതെ പോകാൻ പറ്റില്ല, ഞങ്ങളുടെ ആശുപത്രിയുടെ നിയമമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവും. അല്ല, സാറ് പോയാൽ ഞങ്ങളുടെ ജോലി പോവും എന്നായി നേഴ്സുമാർ. നമ്മൾ ചെറിയ കുടുംബമാകുമ്പോഴുള്ള പ്രശ്നമാണിത്. ആർക്ക് സമയമില്ല ആരെയും സഹായിക്കാൻ. അവനാണെങ്കിൽ ഞങ്ങൾ ആശുപത്രിയിലാണെന്ന് അവൻ അറിഞ്ഞു. ഞാൻ കിടപ്പിലാണെന്ന് പുറത്ത് ആരോടും പറയണ്ട എന്ന് എൻ്റെ ഉഗ്രമായ നിർദ്ദേശം ഉണ്ടായിരുന്നു സിന്ധുവിന്. എന്തിന് മറ്റുള്ളവരെ വെറുപ്പിക്കുന്നത്? എൻ്റെ വീഴ്ച ആസ്വദിക്കാൻ സിനിമാ രംഗത്ത് എനിക്ക് വേണ്ടപ്പെട്ട കുറേ പേരുണ്ടെന്ന് ആർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. ഞാൻ ആശുപത്രി കിടക്കിലാണെന്ന് അറിഞ്ഞാൽ നന്നായി, അവനോട് കിടക്കട്ടെ അല്ലെങ്കിൽ അവിടെ കിടന്ന് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നും എനിക്കറിയാം. അത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ താമസിക്കുന്നതിനടുത്ത് ഒരു സിനിമാക്കാരൻ്റെ കുടുംബ വീടാണ്. അയാൾ അവിടെ കിടന്നാണ് ഈ അടുത്ത കാലത്ത് മരിച്ചത്. പ്രേമിച്ചാണ് ഈ മണ്ടൻ വിവാഹം കഴിച്ചത്. 2 മക്കളെയൊക്കെ ഉണ്ടാക്കിയ ശേഷം ഭാര്യ സിനിമാക്കാരി വേറെ വഴികൾ തേടിപ്പോയി. അയാൾ രോഗഗ്രസ്തനായി. ആശുപത്രിയിൽ പോകണമെങ്കിൽ പോലും പരസഹായം വേണം. എല്ലാറ്റിനും ഒരാൾ സഹായിക്കണം. ഇരിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ സഹായിക്കണം. പക്ഷേ ദ്രോഹികൾ ആരുമില്ല അയാളെ സഹായിക്കാൻ. ആരുമില്ലാത്ത അനാഥനെ പോലെ അയാൾ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിഞ്ഞു. എല്ലാറ്റിനും സഹായം റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളായിരുന്നു. അവരുടെ രക്ഷാധികാരി കൂടിയായിരുന്നു ഈ സിനിമാക്കാരൻ. റെസിഡൻസിന് ഒരു വായനശാല കെട്ടിക്കൊടുക്കാമെന്നൊക്കെ അയാൾ വാക്ക് പറഞ്ഞിരുന്നു. രക്ഷാധികാരിയല്ലേ. വേദന തിന്ന് അയാൾ മരിച്ചു. മുൻ ഭർത്താവ് മരിച്ചെന്നറിഞ്ഞിട്ട് പോലും ഭാര്യ തിരിഞ്ഞു നോക്കിയില്ല. അവരങ്ങ് ചെന്നൈയിൽ ആഘോഷിക്കുകയായിരുന്നു. മരണച്ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ അതും റെസിഡൻസുകാരൻ തന്നെ നടത്തി. ആദ്യം ഈ അഭിമാനിയായ തൻ്റേടിയായ ഭർത്താവിനെ പോലും പുല്ല് പോലും വകവയ്ക്കാത്ത ശ്രീമതി ആദ്യം ചെയ്തത് ഈ ഭർത്താവിൻ്റെ പ്ലോട്ടിൽ നിന്ന തേക്ക് മരങ്ങളെല്ലാം കിട്ടിയ വിലയ്ക്ക് വലിയ എമൗണ്ടിന് വിറ്റ് കാശാക്കി. അത് കഴിഞ്ഞപ്പോൾ 6-7 കോടി രൂപയ്ക്ക് ആ വസ്തുവിനെ അങ്ങ് വിറ്റു. കാരണം മണ്ടൻ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കോടികൾ വിലയുള്ള വസ്തുക്കൾ മക്കൾക്ക് എഴുതി വച്ചിരുന്നു. ഫ്ലാറ്റ് നിർമ്മാതാക്കൾ വന്ന് മണ്ണ് വാരാൻ JCB ആയിട്ട് വന്നപ്പോഴാണ് റെസിഡൻസുകാർ അറിയുന്നത് ഇത് കച്ചവടം കഴിഞ്ഞു. ഇതറിഞ്ഞ റെസിഡൻസുകാർ ചേച്ചിയെ വിളിച്ചു. ചേട്ടൻ വായനശാല കെട്ടിത്തരാമെന്നൊക്കെ ഏറ്റിരുന്നു. ഞങ്ങൾക്ക് സ്ഥലവും കെട്ടിടമൊന്നും വേണ്ട, ഞങ്ങൾ കെട്ടുന്ന കെട്ടിടത്തിന് കമ്പിയും സിമെൻറ്റും ചേച്ചി വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അവർ വളരെ മാന്യമായിട്ടാണ് റിക്വസ്റ്റ് ചെയ്തത്. പക്ഷേ തിരിച്ചു വന്ന മറുപടി, വരട്ടല്ലൊന്നും എന്നോട് വേണ്ട,
ഈ ചമ്പൽക്കാട്ടിൽ ഞാനും കുറേ കാലം കിടന്നിട്ടുള്ളതല്ലേ. അത് ഭർത്താവിൻ്റെ ഈ കോടികളുള്ള വസ്തു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേഖലയിലുള്ള വസ്തു ചമ്പൽക്കാടെന്നാണ് പറയുന്നത്. കാരണം ഇവർ മദ്രാസിൽ രാജകൊട്ടാരത്തിൽ കഴിഞ്ഞവരായിരുന്നു. ശാന്തിയുള്ള ദിനേശ് വരട്ടിയിട്ട് ഞാൻ വരണ്ടിട്ടില്ല, പിന്നെ നീയൊക്കെ എന്നായി. എന്തിനാണ് ഇവിടെയൊക്കെ എൻ്റെ പേര് വലിച്ചഴിക്കുന്നതെന്നാണ് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. ആ റെസിഡൻസിൻ്റെ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു, പുതിയ താമസക്കാരനെ കാണാൻ വന്നപ്പോൾ എന്നോട് പറയുന്നത്, സാറിന് സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ആ സ്ത്രീ തെറി പറയുന്നുണ്ട്. അവർ പറയാണ് ശാന്തിയുള്ള ദിനേശ് വരട്ടിയിട്ട് ഞാൻ വരണ്ടില്ല, പിന്നെ അല്ലേ നീയൊക്കെ എന്ന് പറഞ്ഞു. പക്ഷേ സാറിൻ്റെ കയ്യിലേ അവർ തോറ്റുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാം സാറേ എന്നാണ് റെസിഡൻസുകാർ പറഞ്ഞത്. എൻ്റെ കയ്യിലോ? അവരോ? കോൺഗ്രസും CPM BJP ഒക്കെ ഒന്നിച്ചു കൊണ്ടു കിടക്കുന്ന, സ്വന്തം കാര്യം നേടുന്നതിന് ഏത് കളിയും കളിക്കാൻ അറിയാവുന്ന അവരെ ഞാൻ വരട്ടാനോ? പരസ്യമായി ചട്ടമ്പികളോടൊപ്പം കാറിൽ കറങ്ങുന്ന അവരെ ഞാനല്ലേ പേടിക്കേണ്ടത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. കാരണം അവരങ്ങനെയാണല്ലോ, ചട്ടമ്പി വരിയും കൊണ്ടല്ലേ കാറിൽ കറങ്ങണം പരസ്യമായിട്ട്. അതുപോലെ തന്നെ ഒരേ സമയം തന്നെ സെൻസർ ബോർഡിൽ BJPയുടെ അംഗമാവും, പിണറായി വിജയൻ്റെ ആളായിട്ട് ചലച്ചിത്ര അക്കാദമിയിലും വരും. നാളെ കോൺഗ്രസ് വരുമ്പോൾ അതിലും പോകും. കോൺഗ്രസിൻ്റെ കൗൺസിലറായി കവടിയാറിൽ മത്സരിച്ച് മേയറാവായിരുന്ന ആളാണ്. തല്ലിക്കൊന്നാൽ, ആരെങ്കിലും തല്ലിക്കൊല്ലാൻ ചെന്നാൽ പോലും ചാകാത്തത്ര അപാരമായ തൊലിക്കെട്ടിയുള്ള അവർ ഞാൻ ആത്മഹത്യ ചെയ്താൽ ശാന്തിയുള്ള ദിനേശാകും ഉത്തരവാദിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ട് എൻ്റെ പേരിൽ പ്രതിയാക്കിയ മഹതിയാണ്. ഞാനാര് അവരാര് എനിക്കത് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പം തന്നെ ഈ 6-7 കോടി രൂപ കയ്യിലുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ അഹങ്കാരം ഉണ്ടാവും. എന്നാലും പോകുന്നിടത്തൊക്കെ ഒരു തെറി എന്നെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. പറയട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ആശുപത്രി കിടക്കില്ലായെന്ന് അറിഞ്ഞെങ്കിൽ അവർ ആഘോഷിച്ചനെ. അതുകൊണ്ട് ആരോട് പറയണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വിഷയം പിന്നെയും വഴിമാറി. ഞാൻ ആശുപത്രി കിടക്കയിൽ എന്ന വിഷമമാണ് പറഞ്ഞത്. സ്റ്റാറിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതിനാൽ എനിക്ക് പേടിക്കണ്ട. വർഷം തോറും 30,000 രൂപയോളം അടയ്ക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഈ ഇൻഷുറൻസ് ഉപയോഗിക്കേണ്ടി വരാത്തവനാണ്. അത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വർഷം 30,000 പോകുമെങ്കിലും ഒരു രോഗവും ഇല്ലാത്തതിൽ ഞാൻ സന്തോഷിച്ചവനാണ്. അങ്ങനെ കിടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശുപത്രി ബില്ലിൽ കുറേ കാശ് കിട്ടും. എന്നെയും സിന്ധുവിനെയും അച്ഛനെയും ഒക്കെ സ്റ്റാറിൽ ചേർത്തത് എൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ്, സാബു കരിമണൽ. സാബുവിൻ്റെ കഥ പറയണമെങ്കിൽ എനിക്കൊരു 10 എപ്പിസോഡ് പറയാം. സാബു കരിമണൽ എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ പ്രിയപ്പെട്ടവനാണവൻ. എനിക്ക് എത്ര വഴക്ക് പറയാനും ശാസിക്കാനും ഒക്കെ ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. ചിരിച്ചോണ്ടിരിക്കും എന്ത് പറഞ്ഞാൽ. വിവരമറിഞ്ഞ് സാബു ആശുപത്രി വന്നു. അപ്പോൾ കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന് പറഞ്ഞ പപ്പൻ പൈറ്റുള്ള ഡയറക്ടർ ചെയ്ത സീരിയലിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സാബു പപ്പൻ്റെ ആളായിട്ട് വരുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് സാബുവിനെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് സാബുവിനെ എനിക്ക് കിട്ടിയത് എന്ന് പറയാം. രാവിലെ വഴുതക്കാട് ഇവിടെ ഒരു വെയിറ്ററി ഹോട്ടലിൽ കയറി ആഹാരമൊക്കെ കഴിച്ച് എനിക്ക് സിന്ധുവിനുള്ള ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ആശാൻ്റെ വരവ്. സാബുവിനെ ബൈസ് സ്റ്റാൻഡറായിട്ട് ഇരുത്തിയിട്ട് സിന്ധു യൂബർ ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പഴയകാല കഥകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഒരുപാട് കഥകൾ എൻ്റെ കയ്യിലുണ്ട്, ഈ പഴയ സാബുവിൻ്റെ അടക്കം. അതുപോലെ അമ്പലക്കര UP സ്കൂളിലും കുഞ്ഞമ്മയും കൂട്ടുകാരിലും വലയത്തിലും ഒക്കെ എന്നോടൊപ്പം സഹകരിച്ചവരെയൊക്കെ ഞാൻ എല്ലാം ഹ്യൂമറിൽ കാണുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ മാനേജരായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു കുത്തക ഏജൻസിയുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് ഒരു മിഠായിക്ക് 60 രൂപ, ഒരു തേയിലപ്പൊടി 250 ഗ്രാമിന് 1500 രൂപ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കൊണ്ടുകിടന്ന് വിൽക്കുമായിരുന്നു ഇടയ്ക്ക് ഒരു വരുമാനത്തിന്. അവനൊരിക്കൽ സ്റ്റുഡിയോ വന്ന് എൻ്റെ സ്റ്റുഡിയോ തൂക്കാനും തുടക്കാനൊക്കെ നിൽക്കുന്ന സിന്ധു കൂട്ടുകാരിയെ പോലെ കൊണ്ടുകിടന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെയൊക്കെ കുപ്പിയിലാക്കി എൻ്റെ മക്കളിപ്പോൾ മുട്ടായി കഴിക്കുന്നത് ഈ 60 രൂപയുടെ മുട്ടായിയാണ് എപ്പോഴും കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വാചകമൊക്കെ അടിച്ച് വീഴ്ത്തി. അവൾക്കത് വാങ്ങാനുള്ള പാങ്ങൊന്നുമില്ല, എങ്കിൽ പോലും അവളെ കൊണ്ട് എന്തൊക്കെയോ വാങ്ങിപ്പിച്ചു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നപ്പോൾ സ്റ്റുഡിയോയുടെ അകത്ത് ഊണ് കഴിക്കാനൊരു സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനെ ഊണ് കഴിക്കുമ്പോൾ എതിർവശത്ത് ഇദ്ദേഹം വന്നിരിക്കും. ഇദ്ദേഹം എന്നല്ല, പലരും മാറി വന്നിരിക്കും. അപ്പോൾ ഇദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വാഴക്കൂമ്പ് തോരനോ വാഴത്തള തോരനോ മുരിങ്ങയില തോരനോ അങ്ങനെയൊക്കെയുള്ള നാടൻ കറികളാണല്ലോ ഞാൻ കഴിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ഓരോ ഷെയർ വാരി ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കും. എതിർവശത്തിരിക്കുന്നവൻ അതെടുത്ത് കഴിക്കും. അപ്പോൾ ഈ കഥാപാത്രം, ഈ പ്രൊഡക്ഷൻ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ പാവങ്ങളെ പറ്റിക്കുന്നത്? ഒരു മുട്ടായിക്ക് 60 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 250 ഗ്രാം തേയിലയ്ക്ക് 1250 രൂപ എന്നൊക്കെ പറഞ്ഞു. ഇത് ക്യാൻസർ വരില്ല, അതിനുള്ള മരുന്നാണ് ഈ തേയില കയറ്റിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ പാവങ്ങളെ പറ്റിക്കരുത്. എന്തിനിങ്ങനെ പറ്റിക്കണേ എന്ന് ചോദിച്ചാൽ എടുത്ത വയലെ അയാൾ എന്നോട് പറഞ്ഞത്, ചേട്ടാ
ചേട്ടൻ സുകുമാര ഷാർജയെ പറ്റിക്കുന്നു, ഞാൻ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്നു. കഴിച്ചോണ്ടിരുന്ന് ഞാൻ പൊട്ടി അങ്ങ് ചിരിച്ചുപോയി. തലയിൽ ചോറ്, മണ്ടയിൽ ചോറ് കയറി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു കമൻറ്റ് എന്നെപ്പറ്റി പറയുകയാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ ആലോചിച്ച് നോക്കൂ, ഞാൻ സുകുമാരൻ ഷാർജയെ പറ്റിച്ചാണ് ജീവിക്കുന്നതാണ് അവൻ പറയണേ. സുകുമാരൻ ഷാർജ പോലും പറയില്ല ഞാനതുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്നു. രണ്ട് ഈക്വലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹ്യൂമറുകളെല്ലാം കേട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന, അല്ല ദേഷ്യം വരെയില്ല എനിക്ക്. ഇപ്പോഴും ആ ഡയലോഗ് അടിച്ച ആളിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എന്നെ കാണുമ്പോൾ നമസ്കാരം ചേട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോൾ ആലോചിക്കുന്നത് സുകുമാരൻ ഷാർജയെ പറ്റിച്ച് ജീവിക്കുന്നവരെന്ന് പറഞ്ഞതാണ്. അങ്ങനെ പഴയ കഥകളും കഥാപാത്രങ്ങളും ഓരോന്നും പറഞ്ഞ് ഞങ്ങളിരുന്നു. കുഞ്ഞമ്മൻ കൂട്ടുകാരിലും ഉണ്ടായിരുന്ന ഓരോരുത്തരെ പറ്റിയും ഞാൻ സാബുവിനോട് തിരക്കി. അയാളെ കാണാറുണ്ടോ, ഇയാളെ കാണാറുണ്ടോ, പപ്പം പയറ്റുള്ള വിളിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലിസ്റ്റിൽ ഒരാളാണ് ചെമ്പഴന്തി ചന്ദ്രബാബു. കുഞ്ഞമ്മൻ കൂട്ടുകാരുടെയും ടൈറ്റിൽ സോങ് എഴുതിയത് ചെമ്പഴന്തി ചന്ദ്രബാബുവാണ്. പരമ്പരയുടെ സഹസംവിധായകനും ചന്ദ്രബാബു ആയിരുന്നു. ഞാൻ ചോദിച്ചു, ചന്ദ്രബാബുവിനെ കാണാറുണ്ടോ? ഒരുപാട് കാലമായി കേട്ടോ ബാബുണ്ണനെ കണ്ടിട്ട്. അയില ഉണ്ണികൃഷ്ണൻ മരിച്ചപ്പോൾ നീ പോയില്ലേ എന്നായി. ഞാൻ പോയി, അവിടെ പക്ഷേ ചന്ദ്രബാബുവിനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അണ്ണൻ പോയില്ലേ എന്നിട്ട് ഞാൻ പോയി, ഞാനും അവിടെയൊക്കെ ചന്ദ്രബാബുവിനെ തിരക്കി, കണ്ടില്ല എന്ന് പറഞ്ഞു. വിളിക്കാറില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ നമ്പറില്ല അണ്ണ. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ചന്ദ്രബാബുവിൻ്റെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് പതുക്കെ വിളിച്ചു. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന സെഗ്മെൻറ്റ് ഞാൻ പറയാൻ മറന്നുപോയി. ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള സെഗ്മെൻറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ചന്ദ്രബാബുവിനെ കുറിച്ചുള്ളൊരു കഥ പറയാനാണ് ഞാൻ ഇത്രയും വിശദമായി സംസാരിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോൾ മറുവശത്ത് ഭയങ്കര ഗൗരവത്തിൽ, ആരാ എന്ന് കേട്ടോ. വളരെ ഗൗരവത്തിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ദിനേശാണ്, ശാന്തിയുള്ള. അയ്യോ സോറി, ഇതേത് നമ്പർ? എൻ്റെ ഞാൻ സെൽഫോൺ എടുത്ത കാലത്തുള്ള നമ്പർ ഇന്നുവരെ മാറ്റിയിട്ടില്ല, 28 or 29 വർഷമായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ചന്ദ്രബാബുവിൻ്റെ ഒരു നമ്പറാണെന്ന്. കാരണം ചന്ദ്രബാബുവിൻ്റെ എൻ്റെ നമ്പറില്ല, മാഞ്ഞു പോയിരിക്കാം, മാച്ചിരിക്കാം. ചന്ദ്രബാബുവിൻ്റെ എൻ്റെ നമ്പറില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ സംസാരം തുടങ്ങി ഞങ്ങൾ. സംസാരത്തിനിടയിൽ ഞാൻ ചോദിച്ചു, കരിമണൽ സാബുവിനെ കാണാറില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഒരുപാട് കാലമായി അവനെ കണ്ടിട്ട്. അവൻ രക്ഷപ്പെട്ടു. ഭാര്യയും അവനുമായി ചേർന്ന് നിഷിലെ പെൺകുട്ടികൾക്കായി വീട്ടിൽ നല്ലൊരു ഹോസ്റ്റൽ നടത്തും. ഇനി സിനിമയും വേണ്ട, സീരിയലും വേണ്ട. ഞാനെല്ലാം അറിയുന്നുണ്ട് അവനെപ്പറ്റി. ആണോ? ഞാൻ ഫോൺ പതുക്കെ സാബുവിന് കൈമാറി. പിന്നെ ഇരുവരും പഴയകാല കഥകളൊക്കെ പറഞ്ഞ്, നാടക കഥകൾ, സീരിയൽ കഥകളൊക്കെ പറഞ്ഞ് ചിരിയും വർത്തമാനവും കുറേ നേരത്തേക്ക് ഞാൻ അത് നോക്കിയിരുന്നു. ഒരുപാട് സംസാരത്തിന് ശേഷം സാബു സംസാരം അവസാനിപ്പിച്ചു. ഇതിനിടയിൽ സിന്ധു മടങ്ങിയെത്തി. പാറുവിന് പാലും ഭക്ഷണവും ഒക്കെ കൊടുത്ത് സംതൃപ്തിയോടെയാണ് സിന്ധുവിൻ്റെ വരവ്. സാബു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം പുലർച്ചെ എൻ്റെ ആശുപത്രിയിലെ റൂമിൻ്റെ വാതിൽ ആരോ തട്ടി. സിന്ധു തുറക്കുമ്പോൾ സുസ്മേരവദനായി ചെമ്പഴന്തി ചന്ദ്രബാബു ലാൻഡ് ചെയ്തു. ഒരു മാറ്റവും ഇല്ല, നിത്യഹരിത നായകനെ പോലെ. വയറൽപ്പം കൂടിയോന്ന് മാത്രം സംശയമുണ്ട്. മകള് ഇപ്പോൾ ദുബായിൽ നൃത്ത അധ്യാപികയാണ്. മകൻ സഹസംവിധായകനാണ്. ചന്ദ്രബാബു ആണെങ്കിൽ ഓൾറൗണ്ടറാണ്. നാടകത്തിന് പാട്ടെഴുത്ത്, നാടകത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കൽ, നാടക സമിതികൾ ഉണ്ടാക്കൽ, ഡോക്യുമെൻ്ററി സംവിധാനം, പ്രശസ്തരായ സിനിമ പാട്ടെഴുത്തുകാരുടെ പാട്ടുകൾ മുഴുവൻ പുസ്തകശാലകൾക്കായി പ്രത്യേകിച്ച് ലിബി ബുക്സിന് വേണ്ടി ക്രോഡീകരിച്ച് പുസ്തകം ഇറക്കൽ, സീരിയലിൽ സഹസംവിധാനം, തിരക്കാണ് ചന്ദ്രബാബുവിന്. ഒരു നേരവും ചന്ദ്രബാബു വെറുതെ ഇരിക്കില്ല. കൈ മുഴുവൻ നോക്കിയപ്പോൾ ഈ കൈയുടെ രണ്ട് വശത്തും ഒരു വെള്ളപ്പാണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. തിരക്കിയപ്പോഴാണ് ഓടിക്കാൻ അറിയാത്ത ഏതോ ഒരു വഷള് പെണ്ണ് ചന്ദ്രബാബു സ്കൂട്ടറിൽ പോകുമ്പോൾ, ആക്റ്റീവയിൽ പോകുമ്പോൾ കാറിൽ ഓടിച്ചുകൊണ്ട് വന്ന് ഒറ്റ ഇടിച്ചു കൊടുത്തു. കഴക്കൂട്ടത്ത് നല്ല തിളയ്ക്കുന്ന ടാറിൽ ചന്ദ്രബാബു വീണ് ഉരഞ്ഞുകൊണ്ട് പോയി. ആ ടാറിൽ ഉരഞ്ഞു പോയ ഭാഗം മുഴുവൻ കയ്യിൽ വെള്ളപ്പാണ്ട് പോലായി. ഞങ്ങൾക്ക് എന്നിട്ട് കേസായില്ലേ? ആ കൊച്ചിന് പേപ്പറൊന്നുമില്ല, നമ്മളെ മോളെ പോലെയല്ലേ, ഞാനതുണ്ടങ്ങ് വിട്ടെന്നാണ് ചന്ദ്രബാബു പറഞ്ഞത്. മലയാള നാടകരംഗത്തെ അവസ്ഥ, പഴയകാല നടീനടന്മാരുടെ കഥകൾ, അവരൊക്കെ ഏതൊക്കെ അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബാബു നാടക കഥകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ രസകരമായൊരു കാര്യം പറയാം. അപ്പോൾ ഒരു ഉത്സവപ്പറമ്പിലേക്ക് നാടക വണ്ടി പോകുമ്പോൾ ആ നാടക ട്രൂപ്പിൻ്റെ ആളായി ചന്ദ്രബാബു നിൽക്കുന്ന കാലമാണ്. ചന്ദ്രബാബുവും കൂടെ ഈ നാടക ട്രൂപ്പിൻ്റെ വണ്ടിയുടെ കൂടെ കയറിപ്പോവും. അങ്ങനെ ഒരിടത്ത് നാടകം കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്ത് നാടക വണ്ടി തിരിച്ചു വരികയാണ്. ഏറ്റവും പുറകിലത്തെ സീറ്റിൽ കാലൊക്കെ വീശി വിശാലമായി ചന്ദ്രബാബു ഇരിക്കുക.
ഒന്നോ രണ്ടോ സീറ്റിന് അപ്പുറത്ത് ഒരു വശത്ത് നാടകത്തിലെ ഒരു നടി ഇരിപ്പുണ്ട്, മറുവശത്ത് നാടക മുതലാളിയുടെ മകൻ ഇരിപ്പുണ്ട്. വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ഇരുട്ടല്ലേ, വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ലേ കാണാൻ പറ്റൂ. പോകുമ്പോൾ ചന്ദ്രബാബു ഒരു കാഴ്ച കണ്ടു. ഈ നാടക മുതലാളിയുടെ മകൻ ഇടയ്ക്കിടയ്ക്ക് ഈ നടിയുടെ ദേഹത്ത് സ്പർശിക്കുന്നുണ്ട്. ചന്ദ്രബാബു ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടി സൂം ലെൻസൊക്കെ ഇട്ട് നോക്കിയിരുന്നു. അങ്ങനെ വണ്ടി വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലൈറ്റ് തെളിയുമ്പോൾ കൈ എടുത്ത് കളയുമല്ലോ. വീണ്ടും ആ പയ്യൻ കൈ നടിയുടെ ദേഹത്ത് വെച്ചതും പുറകെ ഇരുന്നുകൊണ്ട് ചന്ദ്രബാബു കൈ മാറട്ടെ. ആർക്കും വണ്ടിയിലുള്ള ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല, കൈ മാറട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റേ പയ്യൻ പെട്ടെന്ന് കൈ അങ്ങ് പിൻവലിച്ച് പറഞ്ഞു. അതിനുശേഷം അവനെ എവിടെ വെച്ച് കണ്ടാലും ഞാനടക്കം, എനിക്ക് ഈ കഥ അറിയാമെന്നുള്ളത് ഞാനും പറയും കൈ മാറട്ടെ എന്ന് പറയും. പയ്യൻ ചിരിക്കും. ഇങ്ങനത്തെ അയ്യോ ചന്ദ്രബാബുവിൻ്റെ കയ്യിൽ 1000 കഥയുണ്ട്. വർത്തമാനത്തിനിടയിൽ ബെന്നി നായരമ്പലത്തിന്, ബെന്നി പി നായരമ്പലം പ്രശസ്ത സ്ക്രിപ്റ്റ് റൈറ്റർ, എൻ്റെ അടുത്ത സുഹൃത്താണ്, ചന്ദ്രബാബുവിൻ്റെ സുഹൃത്താണ്. ബെന്നി പി നായരമ്പലത്തിന് ഒരു നാടകം എഴുതി മാർത്താണ്ഡം മഹേശ്വരം പിള്ള എന്ന് പറഞ്ഞ ആളിന് കൊടുക്കാൻ വേണ്ടി ഒരു ശുപാർശ കത്ത് താങ്കൾ കൊടുത്തോ എന്ന് എന്നോട് ഇയാൾ ചോദിച്ചു. ആര്? ചന്ദ്രബാബു ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കൊടുത്തു. അല്ല, എന്നോട് ബെന്നി പറഞ്ഞു ഇങ്ങനെ ശാന്തിയുള്ള ഒരു നാടകത്തിന് വേണ്ടി, സിനിമാ തിരക്കഥാകൃത്താകുന്നതിന് മുമ്പുള്ള കാര്യമായി പറയണേ, ഒരു നാടകം മാർത്താണ്ഡം മഹേശ്വരം പിള്ളയ്ക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് ദിനേശ് ഒരു കത്ത് കൊടുത്തയച്ചു. പക്ഷേ ആ വർഷം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, അടുത്ത വർഷം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ വർഷമായപ്പോൾ അയാൾ വന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ബെന്നിയുമായുള്ള ആത്മബന്ധം ഒക്കെ ആയി പിന്നത്തെ വർത്താനം. ഞാൻ ഇതിനിടയിൽ വീണ്ടും ഇന്നലെ സാബുവിനെ വിളിച്ചു. സാബു ഇരിക്കുമ്പോൾ ചന്ദ്രബാബുവിനെ വിളിച്ച പോലെ തന്നെ ഞാൻ പതുക്കെ ബെന്നി പി നായരമ്പലത്തിനെ വിളിച്ചു. സംസാരത്തിനിടയിൽ ഫോണ് ഞാൻ ചന്ദ്രബാബുവിന് കൈമാറി. കേരള സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടെ ഗുരുദക്ഷിണ പുരസ്കാരങ്ങളിൽ ഒന്ന് ചന്ദ്രബാബുവിനാണ്. അപ്പോൾ അതൊക്കെ അതിന് ബെന്നി പി നായരമ്പലം അഭിനന്ദനമൊക്കെ വർത്തമാനത്തിനിടയിൽ പറയുന്നുണ്ട്. 2 മണിക്കൂർ ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സിന്ധുവിനെ വീട്ടിൽ പോയി വരാൻ പറഞ്ഞു വിട്ടത്. 4 മണിക്കൂർ കഴിഞ്ഞാണ് സിന്ധു വന്നത്. സിന്ധു വരുമ്പോഴും ചന്ദ്രബാബു സ്പീക്കിങ്ങിലാണ്. 6 മണിക്കൂർ കഴിഞ്ഞാണ് ചന്ദ്രബാബു ആശുപത്രി മുറി വിട്ടു പോയത്. സിനിമയിൽ പാട്ടെഴുതാൻ വല്ല അവസരം വരികയാണെങ്കിൽ എന്നെ വിളിക്കണമെന്ന് ബെന്നി പി നായരമ്പലത്തോട് ചന്ദ്രബാബു പറഞ്ഞിരുന്നു. അങ്ങനെ ബെന്നി പി നായരമ്പലം ഒരു പടത്തിൽ പാട്ടെഴുതാൻ അവസരങ്ങളെല്ലാം സൃഷ്ടിച്ചു കൊടുക്കുകയും ബാബു മുങ്ങിയ ഒരു കഥ ഫോൺ എനിക്ക് തന്നപ്പോൾ ബെന്നി എന്നോട് പറഞ്ഞു. ചിത്രം ചോട്ടാ മുംബൈ. ബെന്നി ചന്ദ്രബാബുവിനെ വിളിച്ച് ഒരു സിറ്റുവേഷനും രാഹുൽ രാജ് ട്യൂണിട്ട മ്യൂസിക് ട്രാക്ക് നൽകി. കൊച്ചിയിലെ എടശ്ശേരി മാൻഷൽ എന്ന് പറഞ്ഞ വലിയ സ്റ്റാർ ഹോട്ടലിൽ, ബാർ ഹോട്ടലിൽ ഒരു സൂട്ട് റൂം എടുത്തു കൊടുത്തു പാട്ടെഴുതാൻ. ട്രാക്ക് കേട്ട് ഒരു വരി ആലോചിക്കുമ്പോൾ 50 നാടകക്കാർ ചന്ദ്രബാബുവിനെ വിളിക്കും. ബാബു നീ എവിടെ? നാളെ കരുനാഗപ്പള്ളിയിൽ എത്തണേ, റെക്കോർഡിങ് നാളെയാണ്. അടുത്ത ഫോൺ വരുന്നത് വൈകുന്നേരം തിരുവനന്തപുരത്ത് എത്തണേ. പിന്നെ പുതിയ നാടകത്തിൻ്റെ കാര്യം സംസാരിക്കാൻ നമുക്ക് സതീഷ് സംഗമത്തിനെ കാണാൻ കൊച്ചി പോകണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരന്തരമായി നാടകക്കാർ വിളിക്കുകയാണ് ചന്ദ്രബാബുവിനെ. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രബാബുവിന് ഭ്രാന്തായി. നാടകം വിട്ടൊരു കളിയില്ല ചന്ദ്രബാബുവിന്. ഇനി സിനിമയല്ല, ഇനി എന്ത് കുന്തം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നാടകം വിട്ടുള്ളൊരു കളി അത്രയും നാടകത്തിൽ അലിഞ്ഞു ചേർന്ന ജീവിതമാണ്. നാടകക്കാരനായ ബെന്നി പി നായരമ്പലത്തോട് ചന്ദ്രബാബു കാര്യം പറഞ്ഞു. അപ്പോൾ ബെന്നി പറഞ്ഞു, ചന്ദ്രബാബു ഒരു കാര്യം ചെയ്യും, ഈ ട്രാക്ക് മാറ്റി വിട്ടോ തിരുവനന്തപുരത്തേക്ക്, 15 ദിവസത്തിനുള്ളിൽ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ പാട്ട് ഏതെന്നറിയാം? ചോട്ടാ മുംബൈയിലെ അടിതടകൾ പഠിച്ചവനല്ല വീരനുമല്ല, കൊടിമുടികൾ കടന്നവനല്ല കേമനുമല്ല എന്ന് പറഞ്ഞ് വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി ശങ്കർ മഹാദേവൻ പാടിയ, രാഹുൽ രാജ് സംഗീതം നൽകിയ പാട്ടാണ്. ചന്ദ്രബാബുവിന് ചോട്ടാ മുംബൈയിലെ പാട്ടെഴുത്തല്ല, നാടകക്കാരൻ്റെ പ്രശ്നങ്ങളാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ നിരാശയൊന്നുമില്ല പുള്ളിക്ക്. കാരണം 15 ദിവസം കൊടുത്തിട്ട് പോലും അയാൾ എഴുതി കൊടുത്തില്ല. പകരം വയലാർ ശരത്ചന്ദ്രവർമ്മ തന്നെ അടിതടവല്ല എന്നുള്ള പാട്ടെഴുതി. ഇക്കാര്യം പറഞ്ഞ് തലകുത്തി ചിരിച്ചിട്ടാണ് ബെന്നി പി നായരമ്പലം ഫോൺ വച്ചത്. ഒരു കഥ കൂടി ബെന്നി എന്നോട് പറഞ്ഞു. ഒരു ദിവസം ബെന്നി വീട്ടിൽ ഉറക്കമണിയിട്ട് താഴേക്ക് നടന്നു വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ പുറം തിരിഞ്ഞിരുന്ന് ആരോ എന്തോ കഴിക്കുകയോ കുടിക്കുകയോ എന്തോ ചെയ്യുന്നു. ഈ വെളുപ്പാങ്കാലത്ത് ഇത് ആര് ഇങ്ങനെ വീട്ടിൽ കയറി വന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ചായ കുടിക്കുകയോ എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബെന്നി പതുക്കെ ഇതാരെന്നറിയാൻ വേണ്ടി പതുക്കെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ബെന്നി പി നായരമ്പലത്തിൻ്റെ അമ്മേരിയിൽ നിന്ന് അപ്പവും മീൻ കറിയും വാങ്ങിച്ച് വെച്ച് സുഖമായിട്ട് വെളുപ്പാങ്കാലത്തിരുന്ന് കഴിക്കുകയാണ്
ചെമ്പഴന്തി ചന്ദ്രബാബു. കാരണം നേരം വെളുത്ത് വരുന്നതൊന്നും ചന്ദ്രബാബുവിന് പ്രശ്നവുമല്ല. എവിടെ പോയാലും ശരി കിട്ടുന്നത് വച്ച് കാച്ചാൻ ഒരു മടിയുമില്ല. അതാണ് ചെമ്പഴന്തി ചന്ദ്രബാബു. 6 മണിക്കൂർ കഴിഞ്ഞ് വന്ന സിന്ധു എന്ത് എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഊണ് വാങ്ങിച്ച കൂട്ടത്തിൽ തന്നെ ചന്ദ്രബാബുവിനും ഒരു ഊണ് വാങ്ങി. പക്ഷേ ചന്ദ്രബാബുവിന് അത് വേണ്ട. കാരണം വന്ന വണ്ടിയിൽ ചോറും ചക്കയും നൊത്തോലി ചമ്മന്തിയൊക്കെ അടക്കം ഭാര്യ കെട്ടിക്കൊടുത്ത് ചോറിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ട ഹോട്ടലിലോ ഊണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബാബു പോയി. ആരാണ് ചന്ദ്രബാബു എന്ന ചെമ്പഴന്തി ചന്ദ്രബാബു? എത്ര പേർക്ക് അറിയാം എന്നുള്ളതാണ് എനിക്ക് സംശയം. കുഞ്ഞു പ്രായത്തിൽ പാട്ടെഴുത്തിൽ അല്ലെങ്കിൽ കവിതകളിൽ ഹരം കയറി തുടങ്ങിയ കുട്ടി. പിന്നെ നാടകത്തിലായി ശ്രദ്ധ. ഇതിനിടയിൽ KSRTCയിൽ കണ്ടക്ടറായിട്ട് ജോലി കിട്ടി. നാടകമാണ് തൻ്റെ തട്ടകമെന്നും ടിക്കറ്റ് കൊടുക്കലല്ല എൻ്റെ ജീവിത ലക്ഷ്യമെന്നും തിരിച്ചറിഞ്ഞ ചന്ദ്രബാബു 6 മാസം KSRTCയിൽ ബെല്ലടിച്ചിട്ട് ആ ജോലി രാജിവെച്ചു. ഒരു വാക്ക് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് NC സേനൻ സംവിധാനം ചെയ്ത രാജവീതി എടുത്ത് തെരുവീതിയില്ല എന്ന് പറയുന്ന NC സേനൻ എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞ പടം. രതീഷ് നായകനും രോഹിണി നായികയും അശോകനടക്കം ഒരുപാട് പേരുണ്ട്. അതിൻ്റെ വെള്ളായണിയിലെ ലൊക്കേഷനിൽ പത്രക്കാരനായി ചെന്ന കാലത്താണ് ഞാൻ ചന്ദ്രബാബുവിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. രാജവീതി എന്ന സിനിമ ചെയ്ത സേനായിരുന്നു ഒരു വാക്ക് പറഞ്ഞെങ്കിലിൻ്റെ സംവിധായകൻ NC സേൻ. അദ്ദേഹം വഴി PA ബക്കറെ ചന്ദ്രബാബു പരിചയപ്പെട്ടു. അപ്പോൾ PA ബക്കർ ഇന്നലെയുടെ ബാക്കി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയമായിരുന്നു. സേനം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രബാബുവിനെ കൂടെ കൂട്ടി. അതിൻ്റെ എഡിറ്റിങ്ങും ഡബിങ്ങിനും ഒക്കെ ചെമ്പഴന്തി ചന്ദ്രബാബു PA ബക്കറിൻ്റെ കൂടെ സഹകരിച്ചു. അതോടെ PA ബക്കറിൻ്റെ പ്രിയപ്പെട്ടവനായി. PA ബക്കർ ബാന്യനും നിഷ്കളങ്കനും ക്ഷിപ്രകോപിയും ഒക്കെ ആണല്ലോ. ബഹുമുഖ പ്രതിഭയായ ചെമ്പഴന്തി ചന്ദ്രബാബുവായി ബക്കർജി വേഗം അടുത്തു. അമച്ചർ നാടകങ്ങളുടെ വിളനിലമായിരുന്നു ശ്രീകാര്യം, ചെമ്പഴന്തി, പൗടിക്കോണം മുതലായ ഭാഗങ്ങൾ. ചന്ദ്രബാബു അവിടെയൊക്കെ സഹായിയായി കൂടി. നാടകം പ്രോംപ്റ്റ് ചെയ്യൽ ശീലിച്ചു. പിന്നെ പാട്ടെഴുതി. നവഭാവന എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ട്രൂപ്പിന് വേണ്ടിയാണ് ഒരു രാഗം പല താളം എന്ന നാടകത്തിന് സീരിയസ് ആയി ആദ്യമായിട്ട് പാട്ടെഴുതിയത്. PC ശശിയായിരുന്നു സംഗീത സംവിധാനം. 2 പാട്ടുകളുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ടൊരു ചൈത്ര യാത്രയായിരുന്നു എന്ന് പറയാം. ഗായത്രി തിയേറ്റേഴ്സ്, സ്വദാശിവമാനി തിയേറ്റേഴ്സ്, കൊല്ലം ഐശ്വര്യ, അയില ഉണ്ണികൃഷ്ണൻ്റെ അതുല്യ, അഹല്യ, സംഘചേതന, രാജമ്പി ദേവിൻ്റെ ചേർത്തല ജൂബിലി, മഹാത്മാ, മഹിമ തുടങ്ങി പ്രശസ്തമായ ട്രൂപ്പുകൾക്കെല്ലാം 1200ഓളം പാട്ടുകൾ ഈ കൊച്ചുമനുഷ്യൻ എഴുതി. 1200 പാട്ടുകൾ. 850 നാടകങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും പാട്ടുകൾ എഴുതിയത്. 80ഓളം നൃത്ത നാടകങ്ങൾക്കായി. ഒരു നൃത്ത നാടകത്തിൽ 8ഉം 10ഉം പാട്ടുകൾ. അങ്ങനെ 80ഓളം നൃത്ത നാടകങ്ങൾക്ക് പാട്ടെഴുതി. ആൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി 220 ലളിതഗാനങ്ങൾ എഴുതി. ആകാശവാണിയിൽ ചന്ദ്രബാബുവിൻ്റെ പാട്ടുകൾ ആദ്യം സെലക്ട് ചെയ്തത് ഗാനരചയിതാവും കവിയുമായ AARലെ ഉദ്യോഗസ്ഥനായിരുന്ന S രമേശൻ നായരായിരുന്നു. MG രാധാകൃഷ്ണനാണ് ആദ്യത്തെ പാട്ടിന് സംഗീതം നൽകിയത്. ആറ്റുകാൽ ദേവീക്ഷേത്രം അടക്കം കേരളത്തിലെ പ്രശസ്തമായ അമ്പലങ്ങൾക്കൊക്കെ നിരവധി ഭക്തിഗാന കാസറ്റുകൾ ഇറക്കി. ബക്കർജിയുടെ ഇന്നലെയുടെ ബാക്കി കഴിഞ്ഞപ്പോൾ NC സേനൻ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ തുടങ്ങി. അതിലേക്ക് 2 പാട്ടുകൾ എഴുതി സഹസംവിധായകനുമായി. ഈ സെറ്റ് കവർ ചെയ്യാൻ പോയി ഞാൻ ചെമ്പഴന്തി ചന്ദ്രബാബു എന്ന ഗാനരചയിതാവിനെ പറ്റി ഒരു പത്രത്തിൽ എഴുതി, ഫിലിം മാഗസീനിൽ. അതാണ് ചന്ദ്രബാബുവിനെ പറ്റി ആദ്യമായിട്ട് അടിച്ചു വരുന്ന ഫോട്ടോയും വാർത്തയും. ബാലചന്ദ്ര മേനോൻ്റെ കൃഷ്ണ ഗോപാലകൃഷ്ണയിലും സഹസംവിധായകനായിരുന്നു. മേനോൻ്റെ പരമ്പരകളിലും സഹസംവിധായകനായി. കലാധരനോട് ഒപ്പം നഗരവധു എന്ന് പറഞ്ഞ സിനിമയിൽ സഹകരിച്ചു. ഡോക്ടർ S ജനാർദ്ദനൻ, മോഹൻ കുപ്ലേരി എന്നിവരോടൊപ്പം സീരിയലുകളിലും സഹകരിച്ചു. കണ്ണം പെരുമുടിയൂർ പഴയ പ്രൊഡ്യൂസർ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആട്ടക്കഥയിലും മൃച്ഛകടികത്തിലും സഹകരിച്ചു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ സമാഹരിച്ച് നീലാംബരി എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കി ലിബി ബുക്സിന് വേണ്ടി. പോച്ചൽ ഖാദറിൻ്റെ ചിത്രത്തോണി, കൈതപ്രത്തിൻ്റെ ദേവദുന്ദുഭി, ബിച്ചു തിരുമലയുടെ ബ്രാഹ്മമുഹൂർത്തം, ഏഴാച്ചേരിയുടെ എന്തായിരുന്നു മനസ്സിൽ, K ജയകുമാറിൻ്റെ കുടജാദ്രി, സൗവർണികാമൃതം, കാവാലത്തിൻ്റെ നിറങ്ങളെ പാടൂ, ഭരണിക്കാവിൻ്റെ രാഗാദ്രഹംസങ്ങൾ, PK ഗോപിയുടെ താരാപഥം ചേതോഹരം, മങ്കമ്പു ഗോപാലകൃഷ്ണൻ്റെ ഇളമഞ്ഞിൻ കുളിരുമായി എന്നീ പുസ്തകങ്ങൾ ലിബി ബുക്സിന് വേണ്ടി എഡിറ്റ് ചെയ്തത് ചന്ദ്രബാബു ആയിരുന്നു. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ചന്ദ്രബാബു എന്നോട് സ്നേഹത്തോടെ പറഞ്ഞതാണ്. ഈ മങ്കമ്പു ഗോപാലകൃഷ്ണൻ്റെ ഇളമഞ്ഞിൽ കുളിരുമായി എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ പ്രാരംഭ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് മങ്കമ്പുവിനെ കണ്ടു. അപ്പോൾ ആ പുസ്തകത്തിന് സത്യത്തിൽ ഇളമഞ്ഞിൻ കുളിരുമായി എന്നല്ല, ലക്ഷാർച്ചന എന്നാണ് ഇടേണ്ടിയിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള പാട്ടുകൾ വാങ്ങിച്ചു. ബാക്കി അദ്ദേഹത്തിൻ്റെ കൈവശം ഇല്ലാത്ത, അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്ത പാട്ടുകളൊക്കെ ചന്ദ്രബാബു അങ്ങോട്ട് കൊടുത്തപ്പോൾ അങ്ങനെ ഞെട്ടി.
അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിറങ്ങുമ്പോൾ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഒരു കവറ് ചന്ദ്രബാബുവിന് കൊടുത്തു. ചന്ദ്രബാബു ഒന്ന് ഞെക്കി നോക്കിയപ്പോൾ ഒരു 10,000 രൂപ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ച് ഇരിക്കട്ടെ എൻ്റെ സന്തോഷത്തിനല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. ചന്ദ്രബാബു പുറത്തിറങ്ങി കവർ തുറന്ന് നോക്കിയപ്പോൾ 50,000 രൂപയാണ് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രബാബു ഞെട്ടി. ചന്ദ്രബാബു തിരിച്ചു തന്നു. സർ, ഇത് കവർ മാറിയതാണോ? എന്ത്? അല്ല, ഇത് 50,000 രൂപ. ഇരിക്കട്ടെ ചന്ദ്രബാബു, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആര് കൊടുക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ചന്ദ്രബാബു ഒരിക്കലും മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ മറക്കില്ല. ഇവിടെ വന്നു, കാര്യമായിട്ട് പുസ്തകത്തിൻ്റെ എഡിറ്റിംഗ് എല്ലാം നടത്തി പുസ്തകം റിലീസ് ചെയ്തു. ഇളം മഞ്ഞിൽ കുളിരുമായി പുസ്തകം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചന്ദ്രബാബുവിനെ ഒരു ദിവസം അദ്ദേഹം വീണ്ടും വിളിച്ചു. എനിക്കൊന്ന് കാണണം, വരണേ എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നു, സംസാരിച്ച് ഒരുപാട് നേരം ഇരുന്നിട്ട് നമുക്ക് ഇനിയും സഹകരിക്കണം, എന്ത് സഹായം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് യാത്ര പറയാൻ നേരത്ത് ഒരു കവറോട് വീണ്ടും കൊടുത്തു. ചന്ദ്രബാബു തുറന്നു നോക്കുമ്പോൾ അതും 50,000 രൂപ. അങ്ങനെ 1,00,000 രൂപ ഇങ്ങോട്ട് കൊടുത്ത വലിയ മനസ്സുള്ള ആളായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. മഴപ്പാട്ട് എന്ന് പറഞ്ഞ അടക്കം ചന്ദ്രബാബു എഴുതിയ കവിതകളും ഗാനങ്ങളുടെയും പുസ്തകങ്ങൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ സെഗ്മെൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള സെഗ്മെൻറ്റാണല്ലോ, ആ സെഗ്മെൻറ്റിൻ്റെ കഥ പറയാം. ഇന്നലെയുടെ ബാക്കി സ്റ്റുഡിയോ വർക്കിൽ സഹകരിച്ചോടെ ചന്ദ്രബാബു ബക്കർജിക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവനായി. അടുത്ത സിനിമ സഖാവ് കൃഷ്ണപിള്ളയുടെ പി. കൃഷ്ണപിള്ളയുടെ ആത്മകഥ ചലച്ചിത്രമാക്കുകയാണ്. എഴുത്തും ചർച്ചകളുമായി കുറേ നാൾ കൂട്ടത്തിൽ ചന്ദ്രബാബുവുണ്ട്. തിരുവനന്തപുരത്ത് പട്ടത്തുള്ള വൃന്ദാവൻ കോളനിയിലാണ് ബക്കർജി താമസിക്കുന്നത്. ഒന്നിലധികം പ്രാവശ്യം ഞാൻ സഖാവിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരത്തിന് വേണ്ടി ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ സഖാവിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്ന സമയം ഒരു നാൾ കേരളത്തിൽ ഹർത്താലാണ്. അധികമാരും പുറത്തിറങ്ങുന്ന സമയമല്ല, പ്രത്യേകിച്ചും തലസ്ഥാനത്ത്. പതിവ് തെറ്റിക്കാതെ ചന്ദ്രബാബു വൃന്ദാവൻ കോളനിയിലെത്തി. വേറെ ആരും വന്നിട്ടില്ല അന്ന്, ഹർത്താലായതുകൊണ്ട്. ചർച്ചകൾ പുരോഗമിച്ചു. കട്ടൻ ചായകൾ പല പ്രാവശ്യം കുടിച്ചു. പറയാൻ മറന്നു, മനോഹരമായ ഉരുട്ടി വയ്ക്കുന്നത് പോലെ നമ്മളെ കൊതിപ്പിക്കുന്ന കൈയക്ഷരമുള്ള ആളാണ് ചെമ്പഴന്തി ചന്ദ്രബാബു. എഴുത്തും വായിക്കലും കീറിക്കളയലും പിന്നെയും എഴുത്തും ഒക്കെയായി സമയം നീണ്ടുകൊണ്ട് പോയി ഊണ് കഴിക്കാറായപ്പം ബക്കർജി പറഞ്ഞു, ബാബു, എനിക്ക് നല്ല മൂഡ് തോന്നുന്നു, ഇന്ന് ഒരു 2 പെഗ് അടിക്കണം ഊണിന് മുമ്പ്. പെഗ്ഗോ? ഈ നട്ടുച്ചയ്ക്കോ? പോരെങ്കിലും ഹർത്താലും. നടക്കില്ല സാർ എന്നായി. നടക്കില്ല ബക്കർജി എന്നായി ചന്ദ്രബാബു. നടക്കില്ലായിരിക്കാം, പക്ഷേ നമ്മൾ നടത്തണം. അതിനൊരു വഴിയുണ്ട്. നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ തെക്കുവശം വരെ പോവാം. സേവിയേഴ്സ് അനസിൽ എന്നെ കണ്ടാൽ വാതിൽ തുറക്കും. ഇല്ലെങ്കിൽ കിളിവാതിൽ വഴി വാങ്ങി നിൽപ്പനെങ്കിലും അടിക്കാം. എങ്ങനെ പോകും ബക്കർജി? ഇവിടുന്ന് 4-5 കിലോമീറ്റർ ഇല്ലേ? നല്ല മുട്ടം വെയിലും നട്ടുച്ചയല്ലേ? ഹർത്താലല്ലേ, റോഡിൽ വാഹനങ്ങൾ കാണില്ല, തിരക്കും ഉണ്ടാവില്ല. നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വശത്തൂടെ അങ്ങ് നടക്കാം. ഇരുവരും കൂടി നടത്താൻ ആരംഭിച്ചു. ആരെയും ശ്രദ്ധിക്കാതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇരുവരും PMG ജംഗ്ഷനിലെത്തി. സേവിയേഴ്സ് അടുക്കാറാവുന്നു എന്നതിനാൽ ബക്കർജി സന്തോഷവാനാണ്. നടത്തയ്ക്ക് അല്പം വേഗത വന്നതുപോലെ ചന്ദ്രബാബുവിന് തോന്നി. ഇരുവരും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ മുമ്പിലെത്തുമ്പോൾ സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ അരമതിൽ ചോലിൽ മരത്തണലിൽ 3 പയ്യന്മാർ സൊറ പറഞ്ഞിരിക്കുന്നു. ഹർത്താലാണെങ്കിലും അവന്മാർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതല്ലേ, പേടിയൊന്നുമില്ല, അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് സഖാവ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്വിച്ച് ഓൺ സഖാവ് EMS നടത്തിയത് വലിയ വാർത്തയായി പത്രങ്ങളിലൊക്കെ വന്ന സമയമായിരുന്നു. സഖാവ് കൃഷ്ണപിള്ളയാവുന്ന ലംബോ പ്രേംകുമാർ കൃഷ്ണപിള്ളയായി മേക്കപ്പ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടവും വലവും PA ബക്കറും സഖാവ് EMS നിൽക്കുന്ന ഫോട്ടോ വലിയ വലിപ്പത്തിൽ മനോരമയിലൊക്കെ അടിച്ചു വന്നു. മതിലിൽ ഇരിക്കുന്ന യുവാക്കളുടെ മുമ്പിൽ ബക്കർജി എത്തിയതും മൂവരും ഒരൊറ്റ ചാട്ടം. ബക്കർജി ഒന്ന് ഞെട്ടി. കാരണം നടന്നു വരുമ്പോൾ അവരിങ്ങനെ ചാടുമെന്ന് വിചാരിച്ചില്ല. അവർ താഴെ ഇറങ്ങി. പുഞ്ചിരിയുടെ ബക്കർജി ആ കാഴ്ച കണ്ട് നടന്നു പോകുമ്പോൾ ഒരുത്തൻ ബക്കർജിയെ കൈകൾ കൊണ്ട് തടഞ്ഞു നിർത്തി. സാർ പോരുത് എന്നുള്ള കൈ കാണിച്ച് തടഞ്ഞു നിർത്തി. സാറല്ലേ PA ബക്കർ? അതെ. സാറിനെ ഞങ്ങളൊന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തിനാ കാണാനിരുന്നേ? ഒരു സംശയം തീർക്കാനാ. ബക്കർജിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ബക്കർജി പതുക്കെ പുറകിൽ നിന്ന് വരുന്ന ചന്ദ്രബാബുവിനെ ഒന്ന് ഊളിയിട്ട് നോക്കി. ചോദിക്കൂ.
സഖാവ് കൃഷ്ണപിള്ളയെ കടിച്ച മൂർഖം പാമ്പ് കമ്മ്യൂണിസ്റ്റാണോ? ആലോചിച്ച് നോക്കി, ചോദിക്കുന്ന ചോദ്യമാണ്. സഖാവ് പി കൃഷ്ണപിള്ളയെ കടിച്ച മൂർഖം പാമ്പ് കമ്മ്യൂണിസ്റ്റാണോ, അതോ കോൺഗ്രസ് പാമ്പാണോ, അല്ലെങ്കിൽ BJP പാമ്പാണോ? ഈ ഒരു സംശയം തീർത്തിട്ട് സാറിന് പോവാം എന്നായി ഈ മൂവർ സംഘം. സ്ഥലം പന്തിയല്ല എന്ന് ചന്ദ്രബാബുവിന് മനസ്സിലായി. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സമീപമല്ലേ, സമയവും ശരിയല്ല, ഉച്ചയാണ്, ഹർത്താലാണ്, ആരുമില്ല റോഡിൽ. ബക്കർജി വീണ്ടും ചന്ദ്രബാബുവിനെ ഊളിയിട്ട് നോക്കി, പെട്ടല്ലോ നമ്മൾ എന്നുള്ള രീതിയിൽ. ചന്ദ്രബാബു ആ സമയത്ത് വേറെ ചിന്തയിലായിരുന്നു. യവന്മാർ മനഃപൂർവ്വം ഒരു ഇഷ്യൂവിനായിട്ടുള്ള വരവാണ്. യവന്മാർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ബക്കർജിയെ വിടില്ല, ചിലപ്പോൾ തല്ല. ഈ 3 പേരുടെ കൈപിടിക്കാനുള്ള ആംബിയൻസ് എന്തായാലും ബക്കർജിക്കും ഇല്ല, എനിക്കും ഇല്ല. പക്ഷേ ബക്കർജിയെ രക്ഷിക്കാനായി ഈ 3 എണ്ണത്തിൻ്റെ തല്ല് ഞാൻ വാങ്ങിക്കൂട്ടിയാൽ നാളത്തെ പത്രങ്ങളിൽ ചെമ്പഴന്തി ചന്ദ്രബാബുവായ ഞാൻ താരമാകും എന്ന് ബാബു ഓർത്തു. ബക്കർജിയുടെ വിശ്വസ്തനായി മാറുകയും ചെയ്യാം. ഇടി 5-6 കൊണ്ടാലും കുഴപ്പമില്ല. ബക്കർജിയെ രക്ഷിക്കാനായി ഇടി അത്രയും കൊണ്ട ചന്ദ്രബാബുവിനെ പറ്റി വലിയ വാർത്ത വരുമല്ലോ. ബക്കർജിയുടെ മനസാക്ഷിയാവാം. ചിന്തിച്ച് നിൽക്കാനാണെങ്കിൽ സമയമില്ല. ചന്ദ്രബാബു ബക്കർജിയെ വകഞ്ഞു മാറ്റിയിട്ട് മുന്നിലേക്ക് വന്നു. നടുക്ക് നിന്നവൻ്റെ നെഞ്ചിൽ പടാന്ന് ഒരൊറ്റ ഇടിയിടിച്ചു കൊടുത്തു. എന്നാൽ ചന്ദ്രബാബു പൊക്കം കുറഞ്ഞ ആളാണ്. ആചാര്യബാഹുവായ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ ചാടി ഒരൊറ്റ ഇടിയിടിച്ചു കൊടുത്തു. ഒപ്പം നിലത്ത് കിടന്നൊരു കല്ല് പെട്ടെന്ന് കാഴ്ചയിൽ വരികയും ചാടി ആ കരിങ്കല്ല് കയ്യിലെടുത്തു. ആർക്കാടാ പാമ്പിൻ്റെ രാഷ്ട്രീയം അറിയേണ്ടത്? വാ എന്ന് ഈ കല്ല് വെച്ചാൽ നിൽക്കുകയാണ്. കാരണം വന്നാൽ അവൻ്റെ മൂക്കാമണ്ട ഇടയ്ക്ക് ഈ കല്ല് വെച്ചിടിക്കും. അങ്ങനെ നിൽക്കുക. പിള്ളേർ ഈ ഒരു ഇടി വരുമെന്നുള്ള കാര്യം ഓർത്തില്ല. ഇടി വാക്കിന് കിട്ടി എന്ന് മാത്രമല്ല, കയ്യിലെടുത്ത കല്ല് ഇനി ആരുടെ നെഞ്ചിൽ പതിക്കുമെന്ന് ഉറപ്പുമില്ല. നെഞ്ചിലോ മൂക്കിലോ കൊണ്ടാൽ മുറിഞ്ഞ് പാളിസാവും. ഞാഞ്ഞൂലിനെ പോലെ ഇരിക്കുന്ന ഈ ചെറുക്കൻ ഇങ്ങനെ ചാടി അടിക്കുമെന്ന് ആ 3 പേരും വിശ്വസിച്ചില്ല. അതിനേക്കാൾ ഒട്ട് ബക്കർജിയും വിശ്വസിച്ചിരുന്നില്ല. ഒരു നിമിഷം പാഴാക്കാതെ ആ 3 പേരും അരമതിൽ ചാടി സ്റ്റുഡൻറ്റ് സെൻറ്ററിലേക്ക് ഓടിക്കളഞ്ഞു. ഒന്നും മനസ്സിലാകാതെ അന്താളിച്ച് ബക്കർജി നിന്ന നിൽപ്പിൽ ബക്കർജി അറിയാതെ ഉരുവിട്ടു, ചന്ദ്രബാബു നീ ഭയങ്കരം തന്നെ, വാ വീട്ടിൽ പോവാം, വെള്ളമടി വേണ്ടാന്ന് വെച്ച്. കാരണം അതിനേക്കാൾ ലഹരി ഇവിടെ ആയില്ലേ. അപ്പോൾ സേവിഴ്സിൽ പോകണ്ടേ എന്ന് ചോദിച്ചു. വേണ്ട, ഇത് തന്നെ ധാരാളം, ഞാനിപ്പോൾ നല്ല ലഹരിയിലാണ്, എനിക്കൊരു ബോഡി ഗാർഡിനെ ഇപ്പോഴാണ് കിട്ടിയത്, അത് മതി, വാ എന്ന് പറഞ്ഞിട്ട് ബക്കർജി PhD പട്ടം വൃന്ദാവൻ കോളനിയിലേക്ക് തിരിഞ്ഞു നടന്നു. പിന്നാലെ ചന്ദ്രബാബു. ആശുപത്രി കിടക്കുമ്പോൾ എന്നെ കാണാൻ വന്ന ചന്ദ്രബാബുവിനെ കുറിച്ചാണ് ഈ കഥ. ഇതുപോലെ ചന്ദ്രബാബുവിൻ്റെ ഒരു 100 കഥ, നേരത്തെ പറഞ്ഞ കൈമാറട്ടെ പോലുള്ള 100 കഥകൾ ഇനിയുമുണ്ട്. ഇനി ഒരിക്കലും അത് പറയാം. ഉള്ളതുകൊണ്ട് ഓണം പോലെ സംതൃപ്തനായി കഴിയാൻ ഒരിക്കലും ഒരു മടി കാണിക്കാത്ത, ഒരിക്കലും ദാരിദ്ര്യം പറയാത്ത, ഒരിക്കലും കണ്ണീർ കഥകൾ പറയാത്ത, എവിടെ വെച്ച് കണ്ടാലും ചിരിക്കുന്ന ഒരുപാട് കഥകൾ പറയുന്ന, നാടകം മാത്രം ജീവശ്വാസമാക്കിയ ചന്ദ്രബാബുവിനെ കുറിച്ച് പറഞ്ഞ ഈ കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള ഈ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.